പരിശുദ്ധ റമദാൻ ഏത് നിരക്കാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതേ നിരക്ക് ആവേശത്തോടുകൂടി സ്വീകരിക്കേണ്ട ഒരു മാസമാണ്. റമദാനിൽ പ്രത്യേകിച്ച് ശൈത്താനെ പിടിച്ചുകെട്ടുകൊണ്ട് കുറേ ആളുകൾ സജീവമാവാറുണ്ട്. എന്നാൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ എല്ലാ വിവാദങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ട നിർദ്ദേശമാണ് റസൂലുള്ളാഹി തങ്ങളിൽ നമുക്ക് കിട്ടിയത്. ഞാൻ നേരത്തെ ഓതിയ ഒറ്റ സംഗതി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 10 ദിവസം ഫജ്രി വലയാലിൻ അശ്ർ എന്ന അതിൻ്റെ 10 ദിവസം ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസമാണെന്നും ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വൽഫജ്ർ സൂറത്ത് മുതൽ പ്രത്യേകം സുന്നത്തുണ്ടെന്നും ദുൽഹിജ്ജ 1-ാമത്തെ രാവിൽ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ ഹജ്ജ് ഉംറ ചെയ്യാതെ മരിക്കുകയില്ലെന്നും ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, കേട്ടതാണ്. അത് ജീവിതത്തിൽ പകർത്തിയവർക്ക് അല്ലാഹു ഇനി പകർത്താൻ നൽകുമാറാവട്ടെ. അശ്രദ്ധയായി പോയവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആ 10 ദിവസങ്ങളെ ബഹുമാനിച്ചാൽ ഒറ്റ സംഗതി മാത്രം പറയാം. ഒന്നാമതായി അൽ ബറക്കത്തു ഫീ മുഅ്തിഹി, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. മറ്റൊന്ന് സിയാദത്തു ഫീ മാലിഹി, സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകും. മറ്റൊന്ന് വൽ ഹിഫ്ദു ഫീ മാലിഹി, സമ്പത്തിന് സംരക്ഷണം നൽകും. വതഗ്ഫീറു ബിസ്സയ്യിആതിഹി, ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. വതഗ്ഫീറു ബിഹസനാതിഹി, നന്മകൾ ഇരട്ടിയാക്കപ്പെടും. വതസ്ഹീഹു ബിസക്കറാത്തി മൗതിഹി, മരണവേദന എളുപ്പമാക്കും, പെട്ടെന്ന് മരിക്കാൻ കഴിയും. വഖിയാമു ഉമ്മാതി ഖബീഹി, ഖബറിന്റെ ഇരുട്ടിൽ അല്ലാഹു വെളിച്ചം നൽകും. വതസ്ഹീഹു മീസാനിഹി, നന്മതിന്മകൾ കൂട്ടുന്ന നന്മയുടെ ത്രാസിന് കനം കൂടും. والنجاة لدرجاته والصعود عن درجاته والصعود على درجاته, സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ പദവികൾ അവന് കിട്ടും. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയാണല്ലോ പെരുന്നാൾ സ്ഥലത്തെന്ന് പറയണ 7 നമസ്കാരം. ഞാൻ നീട്ടില്ല. ഈ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണിത്. അടുത്ത കൊല്ലം നമുക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അപ്പൊ ഉദഹീയത്തിന്റെ വിഷയം നമുക്കൊക്കെ അറിയാം. അതൊക്കെ വലിയ സുന്നത്തുള്ളതാണ്. അതിനുപുറം പ്രത്യേക ക്ലാസ് നടക്കുന്നത്. ഞാൻ കൂടുതൽ പറയില്ല. കഴിവിന്റെ പരമാവധി അതിൽ നമ്മൾ ആള് കൂടാൻ വേണ്ടി ശ്രമിക്കണം. അടുത്ത കൊല്ലം കൂടാൻ ഒന്നും നീട്ടിവെക്കരുതെന്നാണ്. നീട്ടിവെച്ചാൽ നമുക്ക് അത് കിട്ടിക്കൊള്ളുന്നില്ല. അൽ ഖയ്യിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസിൽ കാണാം, ഏറ്റവും ശക്തമായ ബുദ്ധിമാൻ. ഈ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മരണശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളാണ് ബുദ്ധിമാന്. മരിച്ചതിന് ശേഷം കിട്ടാണല്ലോ എന്ന് വിചാരിച്ച ചാൻസുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി.